എനിക്ക് ഒന്നിനും മനസ്സില്ല. നമ്മൾ ദിനേന ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പം നമ്മൾ അനുഭവിക്കുന്നൊരു സംഗതിയാണ് മനസ്സ് എന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ചിന്തകൾ നിരന്തരം നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇമോഷൻസും വികാരങ്ങളും നിരന്തരം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ രണ്ടും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സമുച്ചയമാണ് മനസ്സ് എന്ന് പറയുന്നത്. ഈ രണ്ടിൻ്റെയും പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഒരുമിച്ച് പറയുന്നത് എനിക്ക് മനസ്സില്ല, എനിക്ക് മനസ്സിലായില്ല എന്ന രീതിയിൽ പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ രണ്ടാമത്തെ ഒരു ഘടകമായിട്ട് വരുന്നതാണ് മനസ്സ് എന്നത്. ഈ രണ്ട് ചിന്തകളെയും ഇമോഷൻസിനെയും ഒരു മനുഷ്യന് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അപാരമായ ശക്തിയായിട്ട് മാറുന്നുണ്ട്. അവൻ്റെ ശരീരത്തെയും അവനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അവൻ്റെ ജീവനിലെ ചില ഭാഗങ്ങളെയും അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ അവൻ ശക്തിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കാര്യങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് അതിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ശക്തിയുള്ളൊരു മനുഷ്യനായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. മനസ്സിൻ്റെ അപാരമായ പ്രവർത്തനത്തെ നമ്മൾ മനസ്സിലാക്കാനും അതിനെ ഡ്രൈവ് ചെയ്യാനും പഠിക്കുക എന്നതാണ് ആത്യന്തികമായിട്ടും വേണ്ടത്.